ഹലോ ഗായ്സ്, കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു എന്താ പറയുക ഒരു നൈറ്റ് നിൽക്കാൻ പോകുന്നൊരു ട്രിപ്പിലേക്ക് പോകുന്നത്. എൻ്റെ ഏട്ടനും ഏട്ടൻ്റെ വൈഫും ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോയത്. നമ്മൾ പോയത് വൈത്തിരിയുള്ളൊരു റിസോർട്ട് ബുക്ക് ചെയ്യായിരുന്നു വയനാട്ടിൽ. അപ്പോൾ അവിടെ പോയി ഒരു സാധാ വീടിൻ്റെ മുൻവശത്തൊരു ഊണിൻ്റെ കട. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് നേരെ റിസോർട്ടിലേക്ക് കേട്ടോ. ഇവിടെ പറയാനൊന്നുമില്ല, പൊളി റിസോർട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ അവരെ കോൺടാക്റ്റ് നമ്പറൊക്കെ തരാം കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഏട്ടൻ, പിന്നെ ഇവമോൾ ഇതാണ് ഏട്ടൻ്റെ ഭാര്യ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളുണ്ടായതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പുറത്തോട്ടൊക്കെ പോകുന്നത്. കാരണം ഇങ്ങോട്ടും പോകത്തില്ല, വല്ല റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ വൺ ഡേ ട്രിപ്പോ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു വില്ലയിലാണ് നമ്മുടെ വീട് വരുന്നത്. ഈ ഒരു വീട്ടിലാണ് നമ്മൾ 2 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർക്കുണ്ട്. പിന്നെ ഇവിടെ ഒരു അത്തിപ്പഴത്തിൻ്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ, 2 മരം ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സും ശരീരമൊക്കെ, നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു. അതിനിടയിലാണ് നമ്മളീ പോക്ക്. പക്ഷേ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പും മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് കളിക്കാൻ വേണ്ടി ക്യാരംസ്, ചെസ്സ്, ലുഡോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മഴ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഷട്ടിൽ കളിക്കണമെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളൊന്ന് പുറത്ത് പോയി പരിപ്പ് വടയും ചായയൊക്കെ കുടിച്ച് പിന്നെ പൂളിൽ ഇറങ്ങിയിട്ടുള്ള കളിയാണ് കേട്ടോ. മൊത്തം പൂളിൽ നിന്നുള്ളതാണ്. മോളും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പി ആയിരുന്നു. അപ്പം നമ്മുടെ ടൂറിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽസ് പറയാം. രാത്രി നമ്മുടെ പൂള് ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. നല്ല നീല കളറിൽ എന്താ പറയുക ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതായിരുന്നു നമ്മളെ വീട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് രാത്രി കുറേ റീൽസൊക്കെ എടുത്തിട്ടോ. പിന്നെ ഈ ഒരു വ്യൂ കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഏട്ടൻ്റെ ഭാര്യേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, അഞ്ജനയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ രാത്രി കേക്ക് മുറിച്ച് അപ്പം മോൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ തിരിച്ചിതാ നേരെ വീട്ടിലോട്ട്.